പല ആളുകൾക്കും പറയാറുള്ള, അല്ലെങ്കിൽ പല ആളുകളും നമ്മളോട് പറയാറുള്ള, സംസാരിക്കാറുള്ള ഒരു വലിയ പ്രശ്നമാണ്, എനിക്ക് ഒന്നിലും അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതങ്ങ് ഫുള്ളാക്കാൻ പറ്റുന്നില്ല, അതിൽ ആ ഫോക്കസ് കട്ടാവാൻ ഇടക്കുന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെടുത്ത് പേഴ്സണൽ സ്റ്റോറി ഷെയർ ചെയ്യാറുണ്ട്. ശരിക്കും അവരതിന് പല കാരണങ്ങൾ പറയാറുണ്ട്. അവർ പറയാറുള്ള കാരണങ്ങളാണ്, അവർ ഫോണ് അവരുടെ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്, സോഷ്യൽ മീഡിയ അവരുടെ ഡിസ്ട്രാക്ഷൻ ആണ്, നോട്ടിഫിക്കേഷൻസ് അവരുടെ ഡിസ്ട്രാക്ഷൻ ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർക്ക് ഈ ഫോക്കസ് കിട്ടാത്ത പ്രശ്നം വരുന്നത്, അവർ കട്ടായി പോകുന്നതൊക്കെ പറയും. ശരിക്കും നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങളുടെ ഫോക്കസ് കിട്ടാത്തത് പ്രോബ്ലം നിങ്ങളുടെ ഫോണോ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസോ നോട്ടിഫിക്കേഷൻസോ ഒന്നുമല്ല. നിങ്ങളുടെ ബ്രെയിനിനെ മൾട്ടിപ്പിൾ ടൈംസ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ടാസ്കിനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഫോക്കസ് കിട്ടാത്ത പ്രശ്നവും നിങ്ങൾ ഡ്രെയിൻ ആവുന്നതിൻ്റെയും നിങ്ങൾ ടയേർഡ് ആവുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാനുള്ള വലിയ റീസൺ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു കാര്യത്തിന് പുതിയൊരു ഫാൻസി നെയിമും വന്നിട്ടുണ്ട്, കോഗ്നിറ്റീവ് സ്വിച്ചിങ് കോസ്റ്റ്. അതായത് നമ്മളുടെ ബ്രെയിനിനെ ഒരു ദിവസം ഒരു 200 തവണ ഷിഫ്റ്റ് ചെയ്യാം, മൾട്ടിപ്പിൾ ടാസ്ക്, 200ഓളം ടാസ്കുകളിലോട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഓരോ ഷിഫ്റ്റിലും നമ്മുടെ ബ്രെയിനിന് ഒരു കോസ്റ്റ് ഉണ്ട്, ടൈം, എനർജി, ആക്യുറസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ബ്രെയിൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഹാർഡായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇവഞ്ച്വലി നമ്മളെ ബ്രെയിൻ ആവുന്നതെയും ബ്രെയിൻ മെന്റലി എക്സോസ്റ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണ് ബിഫോർ എനി ടാസ്ക് യു സ്റ്റാർട്ട്. അതായത് നമ്മളൊരു പുതിയ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നതിന് മുന്നേ നമ്മൾ മറ്റൊന്നിൽ നിന്ന് ഇറങ്ങി അടുത്തിലോട്ട് ജമ്പ് ചെയ്യാണ്. അപ്പോൾ അതിന്റെ മുന്നേ ഒരു ടയർഡ്നെസ് അവിടെ ഫീൽ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടയർഡാണ്, ഭയങ്കര എക്സോസ്റ്റഡ് ആണ്, ഭയങ്കര ഡെസ്പറേറ്റഡ് ആണ്, സോ നമുക്ക് ആ ഒരു ഫോക്കസ് കിട്ടുന്നില്ല എന്ന പ്രശ്നം വരാൻ കാരണം നമ്മൾ ഓവർ ഫ്യൂൾഡ് ആണ്, ഓവർ കൺസ്യൂംഡ് ആണ്, അല്ലെങ്കിൽ ഓവറായിട്ട് ടാസ്കുകൾ ബേർഡൻ ആയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, മൾട്ടിപ്പിൾ ടാസ്കുകളിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിനിൽ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ യു ഫീൽ ടയേർഡ് വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ്. അതായത് ഒരു കാര്യവും ചെയ്യാതെ തന്നെ നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് നമുക്ക് എനർജി ഇല്ലാത്ത ഒരു ഫീൽ തോന്നുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ പ്രശ്നം തന്നെയാണ്. സോ നമുക്കിത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശരിക്കും നമ്മളുടെയൊക്കെ ബ്രെയിനിൽ എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരു ഹൈ വോൾട്ടേജ് സാധനത്തിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരൊറ്റ സംഗതിയിൽ മാത്രമായിരിക്കും ബ്രെയിനിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിന്റെ കൂടെ നമ്മൾ മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ഫുൾഫിൽ ആവാനുള്ള സാധ്യതയില്ല. മെയിൻ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണോ അതിൽ മാത്രമായിരിക്കണം നമ്മളുടെ ഫോക്കസ്. അതിനെ കൂടി ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കാം നമ്മളുടെ ബാക്കി കാര്യങ്ങളുടെ മൾട്ടി ടാസ്കിങ് എത്തിക്കുന്നുണ്ടാവുക. സോ ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടയർഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വാട്സപ്പിൽ ചാറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ മെയിൽ പോയിട്ട് മെയിൽ വായിക്കും. വാട്സപ്പിൽ നമ്മളൊരു കാഷ്വൽ ആയിട്ട് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്രെയിന് പെട്ടെന്ന് നമ്മൾ പോയിട്ട് മെയിലിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെയിൽസ് ചെക്ക് ചെയ്യുന്നതിൽ റിപ്ലൈ കൊടുക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ എൻറ്റയർലി നമ്മുടെ ബ്രെയിനിന്റെ വർക്കിംഗ് കോൺസെപ്റ്റും കോണ്ടെക്സ്റ്റോടെ ഷിഫ്റ്റ് ആവുകയാണ്. അപ്പൊ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഷിഫ്റ്റിങ്ങിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ടേക്സ് ക്ലിയർ ആയിട്ടുള്ള മെന്റൽ ബാഡ്വിഡ്സ്, അതായത് ഒരു മെന്റൽ ഷിഫ്റ്റ് അവിടെ നടക്കുകയാണ് നമ്മുടെ ബ്രെയിനിൽ. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിനിന് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം. ഇതിനെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈ മൾട്ടി ടാസ്കിങ്, റൈറ്റ്? അല്ലെങ്കിൽ നമ്മൾ ഒരേ സമയം ഒരുപാട് കാര്യങ്ങളിലോട്ട് ഫോക്കസ് കൊടുക്കാൻ ട്രൈ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിത് ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കുന്ന കാര്യമാണ്, ഇവൻ ഒരേ സമയം നമ്മൾ 1-2 കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഒരു കാര്യത്തിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്നുള്ള ഷിഫ്റ്റുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് സ്വിച്ചിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അത് നമ്മളൊരു എഫേർട്ട് അവിടെ ഇടുന്നുണ്ട്. ആ എഫേർട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ടയേർഡ് ആക്കുന്നതും അതുപോലെ നമ്മളെ ഫോക്കസിനെ കട്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൾട്ടി ടാസ്കിങ്ങിലോട്ട് നോക്കുകയാണെങ്കിൽ അതും വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലെ. ഒരുപാട് ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് മൾട്ടി ടാസ്കിങ് ആണ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്. എന്നാൽ സയൻസ് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാണ്. ശരിക്കും മൾട്ടി ടാസ്കിങ് ചെയ്ത് നമ്മളുടെ IQ ലെവല് ഒരു കിടന്നുറങ്ങുന്ന, സ്ലീപ്പ് ചെയ്യുന്ന ഒരാളെ പോലെ ആകുമെന്നാണ് സയൻസ് പറയുന്നത്. ഒരുപാട് മൾട്ടി ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ IQ ലെവല് കുറഞ്ഞ് കിടന്നുറങ്ങുന്ന ആളുടെ IQ ലെവൽ എത്രയാണോ അതിലോട്ട് എത്തുന്നതാണ്. എന്നർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആൾക്കാർ ഒന്നെങ്കിൽ കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ ഡ്രങ്കൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ടയേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റുപ്പിഡ് മൈൻഡുള്ള ഒരാളുടെ IQ ലെവലിലോട്ട് താന്നു പോവും എന്നുള്ളതാണ് സയൻസ് റിസർച്ചിന്റെ ഭാഗമായിട്ട് തെളിയിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കേ, മൾട്ടി ടാസ്കിങ് ആക്ച്വലി നമുക്ക് പ്രൊഡക്ടിവിറ്റി ആണോ തരുന്നത്? ശരിക്കും ഇത് നിങ്ങൾ വിഡ്ഢികളായതുകൊണ്ടോ ഡംബ് ആയതുകൊണ്ടൊന്നല്ല. നിങ്ങൾ ഫോഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കര ഫോഴ്സ്ഡ് ആണ്. അറ്റ് എ ടൈം കുറെ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടാണ്. ഇതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നം എന്താ? ഇതുകൊണ്ട് ഉണ്ടാവുന്ന വലിയൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് റോങ് ഡിസിഷൻസ് എടുക്കാനും
അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള മെമ്മറി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു മെമ്മറി ലോസിനുള്ള സിറ്റുവേഷൻസും, അതുപോലെ തന്നെ നമ്മളുടെ ടൈമിംഗ് ഇവഞ്ച്വലി സ്ലോ ആവുന്ന സിറ്റുവേഷൻസും, ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് ധൈര്യമില്ലാത്ത സിറ്റുവേഷൻസും, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ഡൗട്ട് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നതിന്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. ഇങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. ഓവർ ദി ടൈം നമ്മളുടെ കോഗ്നിറ്റീവ് എൻഡുറൻസ് എന്ന് പറയുന്നത് ഇവഞ്ച്വലി കൊളാപ്സ് ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് നമ്മൾ ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഹാർഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഭയങ്കര തിരക്കാണ്, നമുക്ക് കുറേ ടാസ്കുകൾ ഉണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് ഒരു റിസൾട്ടും ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവുന്നില്ല, ഒരു റിവാർഡും ഉണ്ടാവുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ 100 ടാസ്കുകൾ ചെയ്യുന്നുണ്ടാവും, 100 ചെറിയ 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 100 ടാസ്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ആക്റ്റീവ് ടാസ്കുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും, നമ്മളെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു ഔട്ട്കം ഇല്ലാതെ പോലും നമുക്ക് ഭയങ്കര ബിസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ ഇവഞ്ച്വലി നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്തെങ്കിലും കാര്യമായ ഔട്ട്കംസ് ഉണ്ടായിട്ടുണ്ടോ, റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ നോക്കുന്ന സമയത്ത് കാര്യമായ ഔട്ട്കംസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും കാണും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തു പക്ഷെ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല എന്ന ഒരു സിറ്റുവേഷനിലോട്ട്, ഒരു ഡിപ്രഷനിലോട്ട് വരെ നമുക്ക് പോകാൻ അതിന് കാരണമാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ അവിടെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഒരുപാട് ചെറിയ ടാസ്കുകൾ ചെയ്യുന്നതിനെക്കാട്ടിലും ആക്റ്റീവ് ആൻഡ് പ്രയോറിറ്റി ഉള്ള, റിസൾട്ട് വരാൻ സാധ്യതയുള്ള, ഔട്ട്കംസ് വരാൻ സാധ്യതയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടാസ്കുകളിലോട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അങ്ങനെ അവിടെ മാത്രമേ നിങ്ങൾക്ക് ഔട്ട്കംസ് കാണാൻ വേണ്ടിയിട്ട്, വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അതല്ലെങ്കിലുള്ള സിറ്റുവേഷൻ എന്താ? ശരിക്കും നമുക്കൊരു മെന്റൽ ബേൺ ഔട്ട് ആണ് എഗെയിൻസ്റ്റ് ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുന്നത്. അതായത് ഗ്രോത്തിന് വേണ്ടി നമ്മൾ ഒരു ദിവസം കുറേ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അതുകൊണ്ട് യാതൊരു റിസൾട്ടും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ബിസിയാണ് താനും, ആൻഡ് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. നമുക്ക് നമ്മുടെ പേഴ്സണൽ ടൈം കിട്ടുന്നില്ല, ഫാമിലി ടൈം കിട്ടുന്നില്ല, ഫ്രണ്ട്സ് ടൈം കിട്ടുന്നില്ല, എല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇവഞ്ച്വലി നമ്മളുടെ മെന്റലി നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി, നമ്മൾ ഡിപ്രഷനിലോട്ട് പോകുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടാവുന്നു, ഒരു റിസൾട്ടും ഉണ്ടാവുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ദിവസം ഒരുപാട് ടാസ്കുകൾ ചെയ്യുകയും ബിസി ആവുകയും എന്നാൽ ആക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് ഉള്ള ഒരു തരത്തിലുള്ള ടാസ്കുകളിലോട്ട് നമുക്ക് അത് ലാൻഡ് ചെയ്യിക്കാനോ ഫുൾഫിൽ ചെയ്യിപ്പിക്കാനോ ഫിനിഷ് ചെയ്യാനോ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആൻഡ് ഇത് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു ടാസ്കിന് വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല. ശരിക്കും നമ്മളിപ്പോ ഒരു ദിവസം 100 ടാസ്ക് ചെയ്യുന്നവരുണ്ടാവും, 10 ടാസ്ക് ചെയ്യുന്നവർ, 20 ടാസ്ക് ചെയ്യുന്നവരുണ്ടാവും. ഈ ഒരു സംഗതിയിൽ നമ്മൾ ശരിക്കും നോക്കുന്ന സമയത്ത് ഈ 20 ടാസ്കുകൾ ചെയ്യുന്നതിന് പകരം ഇതിലെ 4 ടാസ്കുകളിൽ കൃത്യമായി വൃത്തിക്ക് ഒരു ടൈം ലൈൻ നമ്മൾ കണ്ട് ചെയ്യുന്നതായിരിക്കാം പരമാവുന്നത്. കാരണം ഇവിടെ നമ്മൾ ഒരു ടാസ്കിന് വേണ്ടി 3 മണിക്കൂർ ചെലവാക്കുക എന്നുള്ളതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവൂ, ഔട്ട്കം ഉണ്ടാവൂ എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് 3 മണിക്കൂർ ഒരു ടാസ്കിൽ വർക്ക് ചെയ്താലും നമ്മൾ ട്രെയിൻഡ് ആവാം, നമ്മൾ ടയേർഡ് ആവും. അതല്ല ഫോക്കസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതല്ല ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ടാസ്കിന് ഇരിക്കുന്ന സമയത്ത് ഒരു 20 to 30 മിനിറ്റ്സ് ഒക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു 1 hour ഒക്കെയാണ് മാക്സിമം ഒരു സംഗതിയിൽ മാത്രം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ അവിടെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. പിന്നെ അത് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നാലാണ് നമുക്ക് ഇതിനെ ഇവഞ്ച്വലി ഗ്രോ ചെയ്യിക്കാൻ പറ്റുക. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളൊരു ടാസ്ക് ഒരു 1 hourലോട്ടൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഈ 1 hour പറയുന്നത് തന്നെ ഇതിനകത്തൊരു ഫസ്റ്റ് 10 to 20 മിനിറ്റ്സ് നിങ്ങൾക്കൊന്ന് ട്രാക്കിൽ കയറാൻ, നിങ്ങളുടെ ടാസ്കിലോട്ട് ഒന്ന് അലൈൻഡ് ആവാൻ, മുന്നേ നിങ്ങൾ ചെയ്തിരുന്ന ടാസ്ക് അല്ലെങ്കിൽ മുന്നേ നിങ്ങൾ ചെയ്തിരുന്ന എന്ത് കാര്യമായിക്കോട്ടെ അതിൽ നിന്ന് ഈ ഒരു കാര്യത്തിലോട്ട് മാറ്റാൻ, നിങ്ങളുടെ ബ്രെയിനിനെ ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ, അവിടെ റിസൾട്ടും ഔട്ട്കംസും ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ പെട്ടെന്നുള്ള ഷിഫ്റ്റ് ആയിക്കൊണ്ടുള്ള ഒരുപാട് ടാസ്കുകൾ ചെയ്യുന്നതിന് പകരം ഒരു ടാസ്കിന് വേണ്ടി കുറേ സമയം ചെലവാക്കുകയുമല്ല, ഇതിനെ ബാലൻസ് ചെയ്ത് ഇതിനെ കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിലാണ് നമുക്ക് അവിടെ റിസൾട്ട്സും ഔട്ട്കംസും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കുറേ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. നമ്മളെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യാനും നമ്മളുടെ ഈ ടാസ്കുകൾ, ഫോക്കസ്, നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പ്രൊഡക്റ്റീവ് ആവാനും റിസൾട്ടും ഔട്ട്കംസും കൊണ്ടുവരാനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ സിംഗിൾ ടാസ്ക് ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കാര്യം. ഇപ്പൊ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 90 മിനിറ്റ്സ് ഡീപ്പ് വർക്ക് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടാസ്കിന് വേണ്ടി നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയം നമ്മൾ ഒരു സിംഗിൾ ടാസ്കിന് വേണ്ടി വെച്ചു. ഇതിനകത്ത് നമ്മളൊരു ഇനീഷ്യൽ ടൈം നമ്മൾ ഇതിന്റെ ഒരു ട്രാക്കിലോട്ട് കയറാൻ ഒരു 10 to 20 മിനിറ്റ്സ് എടുത്തെന്ന് വിചാരിക്കുക. നമ്മളൊന്ന് പ്രോപ്പറായിട്ട് വർക്ക് നമുക്ക് നടക്കുന്നത് മേ ബി ഒരു 30 മിനിറ്റ്സ് ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഒരു റിവ്യൂ, അതിന്റെ ഒരു ഔട്ട്കം നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഔട്ട്കം നമ്മൾ നടന്നു ഉറപ്പുവരുത്താനും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് അടുത്ത ടാസ്കിലോട്ട് പോകുമ്പോൾ
അവിടെ ആ തുടങ്ങി വെച്ചതിനൊരു ക്ലിയർ ഔട്ട്കം വന്നിട്ടുണ്ട് എന്നുള്ളത് അടുത്ത ടാസ്ക് നമുക്ക് ചെയ്യുന്നതിനുള്ള ഒരു മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ് ആക്ച്വലി. അവിടെ നമുക്കൊരു കിട്ടുന്ന ഡോപ്പമിൻ നമുക്ക് ഉണ്ടാവും. അവിടെ റിസൾട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് അടുത്ത കാര്യം ചെയ്യാനുള്ളൊരു കാര്യം ചെയ്യാനുള്ള ഒരു എനർജി അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇൻസ്റ്റെഡ് ഓഫ് ടയറിങ് ലൈക്ക് ഓരോ ടാസ്ക് കഴിയുമ്പോൾ അടുത്തതിലോട്ട് പോകുമ്പോൾ ടയർഡ് ആവുന്നതിന് പകരം നമുക്ക് അവിടെ ഒരു ടാസ്ക് കഴിഞ്ഞ അടുത്ത ടാസ്കിലോട്ട് പോകുമ്പോൾ നമുക്കൊരു എനർജി കിട്ടുന്ന സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവും. ഇതാണ് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പോകരുത്. അവിടെ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. അവിടെ കൃത്യമായിട്ട് നിങ്ങളൊരു ബ്രേക്ക് എൻഷുർ ചെയ്യുക. ആ ബ്രേക്ക് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അടുത്തിലോട്ട് പോകണം. കാരണം നമ്മുടെ ബ്രെയിനിന് എപ്പോഴും ഈ ഫിനിഷിംഗ് ലൈൻ എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് കംപ്ലീറ്റ് ചെയ്താലേ ആ ഫുൾഫിൽമെന്റ് കിട്ടുള്ളൂ. എന്നാലും നമുക്ക് അടുത്തതിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇതാണ് ആദ്യത്തെ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫോക്കസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സിമ്പിൾ കാര്യം എന്ന് പറയുന്നത് ടാസ്കുകൾ നമ്മൾ ബാച്ച് ചെയ്യുക. ടാസ്ക് ബാച്ചിങ് എന്നാണ് പറയാം. അതായത് ഇപ്പോൾ നമുക്ക് ഈ മെസ്സേജസ് റിപ്ലൈ കൊടുക്കാണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കോളുകൾ റിപ്ലൈ കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ കോൾസ് നമുക്ക് മിസ്ഡ് കോൾസ് ഉണ്ടെങ്കിൽ അതിന് കോൾ ബാക്ക് ചെയ്യാനുള്ളത് നമുക്ക് അതിന്റെ കൂടെ അലൈൻ ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഓൺലൈൻ മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ അതും അതിന്റെ കൂടെ അലൈൻ ചെയ്യാം. കാരണം ഇത് മൂന്നും നമുക്ക് ഒരേ ലെവലിൽ നടക്കുന്ന പ്രോസസ്സുകളാണ്. സോ അത് നമുക്ക് ഒരേ ലെവലിൽ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദിസ് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഷിഫ്റ്റിന് എടുക്കുന്ന സമയം അധികം വരും. അപ്പൊ നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ അത് കില്ല് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അവിടെ നമ്മുടെ മെന്റൽ ക്ലാരിറ്റിനെ കില്ല് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് ഇത് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി എപ്പോൾ ഉണ്ടാവും, നമ്മൾ ആ ഒരു നീഷുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ട വർക്കുകൾ ബാച്ച് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ സമയത്തിൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യൂസ് എ പാർക്കിംഗ് ലോട്ട് എന്നുള്ള. പാർക്കിംഗ് ലോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വരും, നമ്മളിവിടെ കോണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിവിടെ യൂട്യൂബിലോട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ചിലപ്പോൾ എനിക്കൊരു കാര്യത്തെക്കുറിച്ച് ഓർമ്മ വരാം. എന്റെ മൈൻഡിൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം സ്ട്രൈക്ക് ചെയ്യാം. പക്ഷെ ആ സ്ട്രൈക്ക് ചെയ്ത കാര്യത്തെക്കുറിച്ച് അപ്പോൾ ഞാൻ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അവിടെ സ്റ്റെക്കാവും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്കിംഗ് ലോട്ട്, അതായത് ഞാനിപ്പോൾ ഒരു നോട്ട് പാഡോ കാര്യങ്ങളോ എന്റെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ആ മൈൻഡിൽ വന്ന കാര്യത്തിന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് അവിടെ വെച്ചു. ഇതവിടെ റൈറ്റ് ഇറ്റ് ഡൗൺ അല്ലെങ്കിൽ നമ്മൾ നോട്ട് ഡൗൺ ചെയ്തവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രോസസ്സ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം, അവർ ബ്രെയിൻ സ്റ്റോപ്പ് ഹൈജാക്കിംഗ് അറ്റൻഷൻ. ലൈക്ക് അവിടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ആ അറ്റൻഷൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രോസസ്സ് ചെക്ക് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇത് വരാതിരിക്കാൻ നിങ്ങൾ അതിനവിടെ നോട്ട് ചെയ്ത് വെക്കുക. അത് മിസ്സാവത്തുമില്ല. ഇവിടെ നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അതിലോട്ട് പോകാൻ നോക്കുക. അപ്പൊ അത്തരത്തിലൊരു പാർക്കിംഗ് ലോട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് ഡിസ്ട്രപ്റ്റ് ആവാതെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അടുത്തൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മ്യൂട്ട് എവരിതിങ്. അതായത് നിങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും സെർട്ടൈൻ തിങ്സ് മാത്രം നോട്ടിഫിക്കേഷൻസ് മ്യൂട്ട് ചെയ്ത് വെക്കും, ചിലതൊക്കെ ഓപ്പൺ ആക്കി വെക്കും. ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ ഫോൺ നമ്മുടെ ടാബിളിൽ ഇവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ സ്ക്രീൻ ഒന്ന് ബ്ലിങ്ക് ആവും. ജസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ ജസ്റ്റ് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഈ വ്യൂ ഒന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ആയി പോകും അല്ലേ. സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ നോട്ടം അങ്ങോട്ട് പോയി പോകും. ആ നോട്ടം പോകുന്നതിലൂടെ നമ്മളിവിടെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിനുള്ള അറ്റൻഷൻ അങ്ങ് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് ഫോക്കസ് കിട്ടാറാവും. നമ്മൾ എവിടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കട്ടായി പോകും. സോ അവിടെ മ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മ്യൂട്ട് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ലൈക്ക് ഫോൺ അങ്ങ് തിരിച്ചു വെക്കും. അപ്പോൾ ആ സ്ക്രീൻ അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ഫുള്ളി സൈലന്റ് ആക്കി വെക്കും. എന്തെങ്കിലും അർജന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത്രയും അർജന്റ് ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് കോൾ, എവറിത്തിങ് എൽസ് ക്യാൻ വെയിറ്റ്. അങ്ങനെ അത്രയും അർജൻസി ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൾ ചെയ്യും, റൈറ്റ്. അതല്ലാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ജസ്റ്റ് ഇൻ എ ഹവർ ഓർ മാക്സിമം ഇൻ 30 minutes ഓർ അവർ നിങ്ങൾ എന്ത് ചെയ്യും, അവർ റീച്ച് ഔട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ. ആ ഒരു സിസ്റ്റം നിങ്ങളോട് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ബ്രേക്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാന്നുള്ളതാണ്. സോ അങ്ങനെ ആ ഒരു സംഗതി മ്യൂട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് മാറ്റി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിലുള്ള മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ എൻവയോൺമെന്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ ഫോൺ ഇപ്പോൾ നമ്മുടെ ടാബിളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ബ്രേക്കുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫോൺ എടുത്ത് സ്വിച്ച് ചെയ്യും, ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യും. അതല്ല നമ്മളിപ്പോൾ ഫോൺ എടുത്തിട്ട് അപ്പുറത്തോ ഓഫീസിന്റെ അപ്പുറത്തെ ക്യാബിലോ അല്ലെങ്കിൽ ക്യാബിന്റെ പുറത്തോ അല്ലെങ്കിൽ ക്യാബിന്റെ അപ്പുറത്തോ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കറക്റ്റ് ഫോക്കസ് കിട്ടും, ഓട്ടോമാറ്റിക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും, റൈറ്റ്. ആ ഒരു എൻവയോൺമെന്റ് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഫോർ മേക്കിംഗ് ഫോക്കസ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ഫോക്കസ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് മാൻഡറ്ററി അല്ല, നമുക്ക് ഇല്ലാണ്ട രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇപ്പം പാടായിരിക്കും, സെൽഫ് കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, റൈറ്റ്. ഇത്തരത്തിലുള്ള എൻവയോൺമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു കാര്യം നമുക്ക് നമ്മളെ ഫോക്കസ് ക്ലിയർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി പറയുന്ന സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും സ്റ്റിൽ ആൾക്കാർ എന്ത് ചെയ്യും, ഫെയിലർ ആവും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഫോക്കസ് നഷ്ടപ്പെടും. അതിനുള്ള ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് സ്റ്റിമുലേഷൻസ്, നമുക്ക് ആ സ്റ്റിമുലേഷൻസ് ഇങ്ങനെ ചേസ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഈ ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 90 മിനിറ്റ്സ് അല്ലെങ്കിൽ അത്രയും സമയം നമ്മൾ ഒരു സംഗതിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു മെസ്സേജ്, ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സ്ക്രോൾ ചെയ്യാന്നുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മളെ മൈൻഡ് ഇങ്ങനെ നമ്മളെ ട്രിഗർ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്തിട്ട് 1-2 മിനിറ്റ് റീൽ കാണാം, അല്ലെങ്കിൽ 2-3 മെസ്സേജ് റിപ്ലൈ കൊടുക്കാം. ഇതൊരു ഹാബിറ്റ് ആയിട്ട് നിങ്ങൾ മാറ്റി എന്നുള്ളത് നിങ്ങൾ വിശ്വസിപ്പിച്ചതാ. ദിസ് ഇസ് നോട്ട് എ ഹാബിറ്റ്, ദിസ് ഇസ് അവോയ്ഡൻസ്. നിങ്ങളുടെ ആ ടാസ്കിനെ, നിങ്ങളുടെ പ്രയോറിറ്റിയെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട്, നിങ്ങളുടെ തിങ്കിങ്ങിനെ അവോയ്ഡ് ചെയ്തിട്ട് കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഫോക്കസിനെ കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് തിങ്കിങ് ഈസ് ഹാർഡ്. അവിടെ നിങ്ങളുടെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാതെ, പ്രോസസ്സിൽ ഫോക്കസ് കൊടുക്കാതെ, കമ്മിറ്റ്മെന്റ് കൊടുക്കാതെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ഒരിക്കലും അതൊരു ഹാബിറ്റ് ആണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. ആ ഹാബിറ്റിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റണം. നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ആ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. നിങ്ങളുടെ പ്രയോറിറ്റിനെ അല്ല അവോയ്ഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടി എന്നുള്ളതാണ്. സോ ഇതും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും അത് പ്രാക്ടിക്കലി വയബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസേൺഡ് ആയിരിക്കേണ്ട ഒരു ഏരിയ ഈ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് ശരിക്കും ഫോക്കസ് വേണം എന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസവും ഉറച്ച ആവശ്യവും നിർബന്ധവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഒരു ഫീൽ അല്ല. ഇറ്റ്സ് ലൈക്ക് സംതിങ് യു ഡിസൈൻ എന്നാണ് പറയാം. അതായത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അല്ല, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു സംഗതിനെയാണ് നമ്മൾ ശരിക്കും ഫോക്കസ് എന്ന് പറയാം. ഈ ഫോക്കസ് ഒക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർ ഭയങ്കര ഭാഗ്യം ലഭിച്ചവർ, അല്ലെങ്കിൽ അവരങ്ങനെ ഗിഫ്റ്റഡ് ആയിട്ട് അവർക്ക് അങ്ങനെ ഒരു സ്കില്ല് കിട്ടിയ ആൾക്കാരൊന്നുമല്ല. അവർ ജസ്റ്റ് ഡിസിപ്ലിൻഡ് ആണെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത്. ആ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അതല്ലാതെ ഫോക്കസ്ഡ് ആയിട്ട് അവർ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർ ജനിച്ചപ്പോ അങ്ങനെയാന്ന് പറയുന്നതല്ല ശരി. അവർ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ആയതുകൊണ്ടാണ് അവർക്ക് ഫോക്കസ്ഡ് ആവാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവരൊക്കെ എന്തിലാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളത്? എന്തിലാണ് അവർ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത്? കൃത്യമായിട്ട് അവർക്ക് അറിയാം അവരുടെ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഡിസ്ട്രാക്ഷൻസിനുള്ള ഒരു ചാൻസ് അവർ വെക്കത്തില്ല. ആൻഡ് അതുപോലെ തന്നെ ക്ലാരിറ്റി, പ്രോപ്പർ ആയിട്ടുള്ള ക്ലാരിറ്റി അവർ എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. ക്ലാരിറ്റി ഈസി ആയിട്ടാണ് അവരവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്കറിയാം അവരുടെ ഈ മൾട്ടിപ്പിൾ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള സ്വിച്ചിങ് നല്ല കോസ്റ്റ്ലി ആണെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ മൾട്ടിപ്പിൾ സ്വിച്ചിങ് ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സിസ്റ്റം, ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ ഡിഫൈൻ ചെയ്ത് ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റൻഷനെയും അവരുടെ കോസ്റ്റ് ഓഫ് അറ്റൻഷനെയും റെസ്പെക്ട് ചെയ്തിട്ടാണ് ഈ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാവുന്നതും. ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ലോങ് ടേമിലോട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്കംസും പ്രൊഡക്ടിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ കൊണ്ടുവരാനും റിസൾട്ട്സും ഇമ്പാക്റ്റുകളും ചേഞ്ചുകളും ഈ ലോകത്ത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഓൺടർപ്രണർ ആയിക്കോട്ടെ, ബിസിനസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് ഈ ലോങ് ടേം റിസൾട്ട്സ്, ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതിനുവേണ്ടി അവർക്ക് അവരുടെ എൻവയോൺമെന്റോ അവരുടെ ചുറ്റിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസൈൻ ചെയ്തെടുക്കുക, അവർ ട്രെയിൻ ചെയ്തെടുക്കുക, അവർ അതിനുള്ള എഫേർട്ട് എടുത്ത് സിസ്റ്റം ബിൽഡ് ചെയ്ത്, സിസ്റ്റത്തിൽ ട്രസ്റ്റ് ചെയ്ത്, സിസ്റ്റത്തിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റിക്ക് ഓൺ ചെയ്ത്, കമ്മിറ്റ്മെന്റോട് കൂടി, ഡിസിപ്ലിനോട് കൂടിയിട്ട്, പേഷ്യൻസോട് കൂടിയിട്ട് ആ റിസൾട്ടിന് വേണ്ടി, ഇമ്പാക്റ്റിന് വേണ്ടി വർക്ക് ചെയ്ത ആളുകളെയാണ് നമ്മൾ ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് കാണുന്നതും. അവരുടെ കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അവരുടെ കഥകളാണ് നമുക്ക് മോട്ടിവേഷൻ ആയിട്ടും ഇൻസ്പിറേഷൻ ആയിട്ടൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുപോലെ ഒരാളായിട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ പേരും നമ്മളുടെ കഥയും ഒരു സ്ഥലത്ത് എഴുതപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളും കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളായി മാറണം. എന്തെങ്കിലുമൊക്കെ നമ്മൾ ജീവിച്ചു മരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കാൻ വേണം, എന്തെങ്കിലുമൊക്കെ എഴുതപ്പെടാൻ വേണം. അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഓൺടർപ്രണർ അല്ലെങ്കിൽ ഒരു ബെറ്റർ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റണം. ഒരു ടാലന്റഡ് പേഴ്സൺ ആയിട്ട് മാറാൻ വേണ്ടി പറ്റണം. അതിന് കൃത്യമായി ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ഫോക്കസ് നമുക്ക് വേണം. നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിൽ സംസാരിച്ച ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ജേർണിയിൽ എവിടെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ക്ലിയർ ഔട്ട്കംസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയും സക്സസ്ഫുൾ ആവാനും വേണ്ടി പറ്റുകയും ആൻഡ് ലോങ് ടേമിലോട്ട് നിങ്ങളെല്ലാം ഈ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്നതിന്റെ ഇമ്പോർട്ടൻസ് മറ്റാളുകളിലോട്ട് പറഞ്ഞു കൊടുക്കുകയും മറ്റാളുകളെ ഗൈഡ് ചെയ്യാനും പറ്റുന്ന ആളുകളായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ ഇതിലും അടിപൊളിയായിട്ടുള്ള കോണ്ടന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്.